മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥർക്കായി വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച കേസാണ്. ഈ കേസിൽ ഈ സംഭവത്തിൽ കെ ഗോപാലകൃഷ്ണൻ IASനെതിരെ കേസെടുക്കുമെന്ന വാർത്തയുമുണ്ട്. ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാമെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിരുന്നു. IAS ഉദ്യോഗസ്ഥരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ചുണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊരുക്കുന്നതാണെന്നായിരുന്നു നിയമോപദേശം. എന്നാൽ ഈ സംഭവത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി പുറത്തു വന്നു. സർക്കാരിലും പോലീസിലും RSS ബന്ധമുള്ളവരുണ്ടെന്നും സർക്കാർ പക്ഷേ ഈ വിഷയത്തില് കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാത്തതിൽ കനത്ത പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. അതായത് പോലീസിൽ RSSന്റെ നുഴഞ്ഞുകയറ്റം ഉണ്ട് എന്ന് ആനിരാജയാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ സിവിൽ സർവീസിലുണ്ട് നുഴഞ്ഞുകയറ്റം. ഇവരെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസിലും ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറും. ഇത് വ്യക്തമായിട്ടും ഒരു നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല, കേസെടുക്കാൻ തയ്യാറാവുന്നില്ല, അന്വേഷണം കൃത്യമായ നിലയ്ക്ക് പോകുന്നില്ല. അപ്പോൾ ഇവർ കൊടപിടിച്ചു കൊടുക്കുകയാണ്. ഈ അജണ്ടയ്ക്ക് ഈ സർക്കാർ കൊടപിടിച്ചു കൊടുക്കുകയാണ്. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആരോപണമാണ്. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഒരുപാട് പേരുണ്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ. ഇത് അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനെ കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയം വേണം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കഴിഞ്ഞ ദീപാവലി ദിവസത്തിലാണ് ഈ വിവാദത്തിന് അടിസ്ഥാനമായ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. പിന്നീട് കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാദങ്ങളൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിയുകയും ചെയ്തു. പക്ഷെ പോലീസ് ഇതുവരെയും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഈ IAS ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി പോലും സ്വീകരിച്ചില്ല. സസ്പെൻഷൻ മാറ്റി നിർത്തിയാൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അന്ന് പോലീസ് തുടക്കത്തിൽ പറഞ്ഞൊരു വാദം ഇതായിരുന്നല്ലോ, ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ കേസെടുക്കുകയുള്ളൂ എന്ന്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ ഒരുങ്ങുന്നത്? ടോം, കെ ഗോപാലകൃഷ്ണൻ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. നേരത്തെ തന്നെ വ്യക്തമായിരുന്നു കേസ് ഉണ്ടാകും എന്ന കാര്യം വ്യക്തമായിരുന്നു. പക്ഷെ പോലീസ് ഒരു മെല്ലെപ്പോക്കിലായിരുന്നു. പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കാമെന്ന നിലയിൽ ഫൈസൽ കുളപ്പാടം, അത് യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലത്തെ നേതാവാണ്. ഫൈസൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു, ഇതിൽ കേസെടുക്കണം, IAS ഉദ്യോഗസ്ഥരെ ഭിന്നിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ കേസ് എടുത്ത് അന്വേഷണം നടത്തണമെന്ന ഒരു പരാതി DGPക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശം തേടിയത്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ഇത് സംബന്ധിച്ച് ഗീനാകുമാരിയാണ് പ്ലീഡർ. അവർ ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശം നൽകി. ഈ നിയമോപദേശത്തിൽ പറയുന്നത് ഉദ്യോഗസ്ഥരെ വേർതിരിക്കുന്നതിന് വേണ്ടി, ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി, അവരുടെ ഐക്യം തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന് ഇതിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായ ഒരു കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ കേസെടുത്ത് ഇതിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന തരത്തിലാണ് ഈ നിയമോപദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. DGPയുടെ നിർദ്ദേശമാണ് ഇനി വരേണ്ടത്. ഇക്കാര്യത്തിൽ സിറ്റി പോലീസ്, തിരുവനന്തപുരം സിറ്റി പോലീസ് നേരത്തെ പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു. ഗോപാലകൃഷ്ണന്റെ വാദം ഇതിൽ തൻ്റെ 2 ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. ആ 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ മാത്രമല്ല 11ഓളം ഗ്രൂപ്പുകൾ തൻ്റെ ഫോണിൽ ഉണ്ടാക്കി. സാംസങ്ങിൻ്റെ ഒരു ഫോണിലാണ് ആദ്യം ഈ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നീട് പോലീസ് അന്വേഷണത്തിൽ അത് ഗൂഗിളിൽ നിന്നും മെറ്റയിൽ നിന്നും വിശദാംശങ്ങൾ തേടിയിരുന്നു. ഹാക്കിങ്ങിൻ്റെ ഒരു സാധ്യതയുമില്ലെന്ന വിവരമാണ് അവർ കൈമാറിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഫോറൻസിക്കും ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തി. ഈ പരിശോധനയിലും ഹാക്കിംഗ് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നില്ല. ദീപാവലി ദിവസമാണ് ഈ ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അതിൽ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. 4 ദിവസം ഈ ഗ്രൂപ്പ് ഇതേ നിലയിൽ തുടർന്നു. അതിനുശേഷം മറ്റ് ഉദ്യോഗസ്ഥർ, മറ്റ് IASകാരാണ് ഇത് ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നത്, എന്തിനാണ് ഈ തരത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉണ്ടായി. അവർ അവരുടെ അനിഷ്ടം പ്രകടിപ്പിച്ചു. തുടർന്ന് തൻ്റെ ഫോണിൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടായി എന്ന കാര്യം ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തി. അത് ഈ ആരോപണം, ഇങ്ങനെ ഒരു കുറ്റം തൻ്റെ മേൽ വന്നപ്പോൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് പിന്നീട് വിലയിരുത്തപ്പെടുകയും ചെയ്തു. 11ഓളം ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞെങ്കിലും ഫോണുകൾ 2ഉം, ആപ്പിളിൻ്റെ ഫോണും അതോടൊപ്പം തന്നെ സാംസങ് ഫോണുമായിരുന്നു. ഈ ഐഫോണും സാംസങ്ങിൻ്റെ ഫോണും 2ഉം ഫോർമാറ്റ് ചെയ്ത് നൽകുകയായിരുന്നു. മാത്രമല്ല ഇത് ഫാക്ടറി റീസ്റ്റോർ എന്ന ആ ഒരു സെറ്റിങ്സിലേക്ക് പല കുറി പോയി. പലപ്പോഴും ചില വിവരങ്ങൾ കൂടി ആഡ് ചെയ്യുകയും അത് പിന്നീട് മാറ്റുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഗോപാലകൃഷ്ണൻ പോയി. ഇത് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു നിഗമനം കൂടി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ആ തരത്തിലാണ് ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലം പുറത്തു വന്നത്. അതായത് താൻ ചെയ്ത കാര്യങ്ങൾ പുറത്തു പോകരുതെന്ന്, അല്ലെങ്കിൽ താനാണിത് ചെയ്തതെന്ന് പുറത്ത് അറിയരുതെന്ന്
ചെയ്തതെന്ന് ഗോപാലകൃഷ്ണൻ ആഗ്രഹിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുശേഷം ഗോപാലകൃഷ്ണൻ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല. തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വാദം പിന്നീട് ഉയർത്തിയിട്ടില്ല. അതേസമയം എൻ പ്രശാന്തിൻ്റെ കാര്യമുണ്ട്. അവിടെ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ജയതിലകമായുള്ള തർക്കത്തെ തുടർന്ന് നടത്തിയ പരസ്യമായ വിമർശനങ്ങൾ, അതിൻ്റെ പേരിൽ സസ്പെൻഷനിലാകുന്നു. ഗോപാലകൃഷ്ണനും സസ്പെൻഷനിലാകുന്നുണ്ട്. എന്നാൽ പ്രശാന്ത് ആകട്ടെ കൂടുതൽ നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകും, താൻ ഭരണഘടന നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം വിനിയോഗിച്ചു എന്ന ഒരു നിലപാടെടുക്കുകയും അതിനനുസരിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാധ്യമങ്ങളോടും അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വ്യക്തമാക്കുകയും ചെയ്തു. അവിടെയാണ് ഗോപാലകൃഷ്ണൻ്റെ നടപടികൾ വീണ്ടും സംശയത്തിലാകുന്നത്. കാരണം വീണ്ടും ന്യായീകരിക്കാൻ അല്ലെങ്കിൽ സ്വയം ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു നടപടിയുമായി ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വന്നിരുന്നില്ല. അതിൻ്റെ അർത്ഥം തന്നെ ഇങ്ങനെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി, അവിടെയാണ് ആരെ സന്തോഷിപ്പിക്കാൻ ഇത്തരത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന സംശയം ഉയരുന്നത്. അവിടെ ആണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആരോപണം അത് ശക്തമായി വരുന്നത്. പോലീസിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ സംഘപരിവാർ ശക്തികളുടെ കടന്നുകയറ്റമുണ്ട്. നമുക്കറിയാം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ, സെൻകുമാർ DGP പദവി കഴിഞ്ഞ ശേഷം അദ്ദേഹം RSS കേന്ദ്രവുമായി അടുക്കുന്നത്, ജേക്കബ് തോമസിൻ്റെ കാര്യം, ആ തരത്തിൽ പല ഉദ്യോഗസ്ഥർ അതിൻ്റെ ഒരു തുടർച്ചയായി IAS ഉദ്യോഗസ്ഥർക്കിടയിലും ഇത്തരത്തിലുള്ള പ്രവണത വരുന്നു എന്നൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. അത് തീർച്ചയായും രാഷ്ട്രീയമായ ഒരു ആയുധമായി പ്രതിപക്ഷം മാറ്റുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിന് ഉദ്യോഗസ്ഥർക്ക് മേൽ നിയന്ത്രണമില്ല. ആരെ സന്തോഷിപ്പിക്കാനാണ്? പൊതുവിൽ ഈ ഒരു മുസ്ലിം ആയിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥയാണ് ഇത് സംബന്ധിച്ചുള്ള പോലീസിന് വിവരം നൽകുന്നത്. കേന്ദ്രത്തിലുള്ള ആളുകളെ സന്തോഷിപ്പിക്കുന്നതിന് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് കരുതുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നേരത്തെയും വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. തിരുവനന്തപുരത്ത് കളക്ടറായിരുന്നപ്പോൾ വെള്ളപ്പൊക്കം നഗരത്തിൽ ഉണ്ടായി. ആ സമയത്ത് ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പോയ ആളാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരിട്ട ആളാണ്. ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അത് യാദൃശ്ചികമല്ല എന്ന ആരോപണമാണ് ബലപ്പെടുന്നത്, ശക്തമാകുന്നത്. അവിടെയാണ് ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൻ്റെ പ്രസക്തി. ഇങ്ങനെ ഒരു നിയമോപദേശം വരുമ്പോൾ തീർച്ചയായും തിരുവനന്തപുരം സിറ്റി പോലീസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ ഒരുപക്ഷെ IAS ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അതാണ് കാരണം. തുടക്കത്തിൽ തന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇതൊരു IAS ഉദ്യോഗസ്ഥ തലത്തിലെ ചിലർ ന്യായീകരിച്ചത് ഇത് സർവീസ് ചട്ടലംഘനമാണ്, പക്ഷേ ഇതിനെതിരെ കേസെടുക്കാൻ കഴിയില്ല, മറ്റ് നിയമ പ്രശ്നങ്ങളില്ല എന്ന രീതിയിൽ ചില ന്യായീകരണങ്ങളൊക്കെ തുടക്കത്തിൽ കേട്ടിരുന്നു. പക്ഷേ ഈ IAS അസോസിയേഷൻ പൂർണ്ണമായും ഗോപാലകൃഷ്ണനെ കൈവിട്ട മട്ടാണോ അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള? കാരണം നേരത്തെ IAS അസോസിയേഷന്റെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് ഇവർക്ക് എല്ലാവിധ നിയമസഹായവും നൽകും, നിയമപരമായി മുന്നോട്ട് പോകാം. അത്തരമൊരു നിയമസഹായം IAS അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ഈ പ്രതിക്കൂട്ടിലുള്ള ഈ ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിക്കാമോ? ടോം, മറ്റ് പല സംഭവങ്ങളിലും ഉണ്ടായതുപോലെ മന്ത്രിയുമായി IAS ഉദ്യോഗസ്ഥർ തർക്കിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നിരവധി തവണ മന്ത്രിമാരും അവർക്ക് കീഴിലുള്ള IAS ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ജനപ്രതിനിധികളുടെ നിലപാട് ശരിയല്ല, ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്ന തരത്തിൽ IAS അസോസിയേഷൻ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വരികയും ഈ തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് പിന്തുണ നൽകുകയും ചെയ്ത ചരിത്രമുണ്ട്. പക്ഷേ ഈ കേസുകളിൽ രണ്ട് IAS ഉദ്യോഗസ്ഥർക്കും അങ്ങനെ ഒരു അകമഴിഞ്ഞ പിന്തുണ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു ശക്തമായ പിന്തുണ അസോസിയേഷൻ നൽകുന്നില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം. കാരണം രണ്ടുപേരും ചെയ്തതിൽ ശരിയായ കാര്യമല്ല, അല്ലെങ്കിൽ അതിൽ ഗുരുതരമായ വീഴ്ചകളുണ്ട്, തെറ്റുണ്ട്. കാരണം ചീഫ് സെക്രട്ടറിയാണ് ഇതിൽ അന്വേഷണം നടത്തിയത്. ഈ രണ്ടുപേരുടെയും കാര്യങ്ങൾ പരിശോധിച്ചത് ചീഫ് സെക്രട്ടറിയാണ്. പ്രശാന്തിൻ്റെ കാര്യത്തിലാകട്ടെ പ്രത്യേകിച്ചൊരു അന്വേഷണത്തിൻ്റെ ആവശ്യം പോലും ഇല്ല എന്ന കാര്യം ചീഫ് സെക്രട്ടറി ആ തരത്തിലൊരു നിലപാടെടുക്കുകയും ചെയ്തു. ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് DGPക്ക് റിപ്പോർട്ട് നൽകുകയും ഗോപാലകൃഷ്ണൻ്റെ നടപടികൾ ദുരൂഹമാണെന്ന കാര്യം അതിൽ വ്യക്തമാക്കുകയും ഹാക്കിങ്ങിൻ്റെ സാധ്യത പൂർണ്ണമായി തള്ളുകയും ചെയ്തു. ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് നൽകുന്നത്. തുടർന്ന് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു. ഇവിടെ അസോസിയേഷൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. നിയമസഹായം ഒരുപക്ഷെ അസോസിയേഷനിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് അവർക്ക് നൽകുമെന്ന് പറയുമ്പോഴും വളരെ ശക്തമായി അല്ലെങ്കിൽ പരസ്യമായി ഒരു വാർത്താക്കുറിപ്പോ ആ തരത്തിൽ നിലപാടെടുത്തോ അസോസിയേഷൻ വന്നില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ടോം, വ്യക്തമാണ്. VV വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് IAS ഉദ്യോഗസ്ഥൻ K. ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാൻ ഒരുങ്ങുന്നത്.